Okay, Monovax Junior 211. മാന്യ സദസ്സിന് നമസ്കാരം. ബുദ്ധിമാനം സംഭവിച്ചു കൂട്ടിയാൽ ഏതൊരമ്മയുടെയും ജീവിതത്തിൽ എരിയുന്ന നെരുപ്പോടാണ്. ആ എരിയുന്ന നെരുപ്പോടിൽ നിന്നും ഒരുപിടി ദുഃഖം, ഒരമ്മയുടെ തീരാ ദുഃഖം. കൊല്ലേണ്ടതെങ്ങനെ മലയാളത്തിലെ പ്രശസ്ത കവയിത്രി ശ്രീമതി സുഗതകുമാരി മനുഷ്യ മനസാക്ഷിക്ക് മുമ്പിൽ അനാവരണം ചെയ്ത കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിതയുടെ രംഗാവിഷ്കാരം. എന്താ മോളെ? ഹോ, ആകെ ഉണ്ടായിരുന്ന കണ്ണാടിയാ, അത് പൊട്ടിച്ചോ നീ? മോളെ കാലേജില്ലോണ്ടാതെ അപ്പോൾ പോയി കളിച്ചോട്ടോ. മക്കളെ വളർത്തയിൽ ദോഷ. എന്റെ കൂടെ താമസിച്ച് എന്റെ ചൂടുന്നോ കൊത്തി അരിയാൻ മോശാട്ടെ. ഈശ്വര, ഞാൻ എന്റെ കുഞ്ഞും എന്താ തെറ്റിയില്ല നീ ഞങ്ങളെ ശിക്ഷിക്കുന്നേ? എന്റെ കുട്ടിക്ക് 10-20 വയസ്സായി. അവൾക്ക് പെണ്ണാണെന്നോ ഉണ്ണിടമെന്ന് കൊടുക്കണമെന്നോ ഒന്നും അറിയില്ല. എന്റെ കാലശേഷം ആരെന്റെ കുട്ടിയെ നോക്കുക, ആരെന്റെ കുട്ടിയെ ഒറ്റ കൊടുക്കുക? ആരുണ്ടാവില്ല. ഈ ലോകം മുഴുവൻ ദുഷ്ടന്മാരാ. ഞാൻ പൈസ തന്ന അയാൾ വരും. എന്റെ മോടി അച്ഛൻ അയാൾ വന്നാൽ ഞാൻ നല്ല പിന്നെ എന്റെ മോളല്ലേ പെണ്ണ്, ആ മന്ദബുദ്ധി. അച്ഛൻ്റെ പുന്നാര മോളങ്ങ് വന്നേ വരാൻ, ഇല്ലെങ്കിൽ മണ്ണൊഴിച്ച് കാത്തിക്കും ഞാൻ. ഇല്ലെങ്കിൽ അവളുടെ മുത്തശ്ശി. നീ ഉണ്ടായപ്പോ നിന്റെ തന്നേടെ തല തെറിച്ചു, ഇപ്പൊ തള്ളയും ചത്തു. ഇനി നീ ഇവിടെ നിന്നാ എന്റെ തല തെറിക്കും. പോയിക്കോ, അവളെ ഞാൻ ചോറ് വിഷം ചേർത്ത് കൊല്ലും. മോളെ വാ, മോളെ മോക്കമ്മ ചോറ് വാരി തരാം. ഇല്ല, എന്റെ മോളെ കൊല്ലാൻ എനിക്കാവില്ല. ഇല്ലെങ്കിൽ മോളെ വാ, മോളെ മോക്കമ്മ താരാട്ട് പാടി തരാം. വാ ഓ വാ ഓ ഈ സമൂഹത്തിന്റെ ദുഃഖമാണ്. സഹതാപമല്ല, സ്നേഹം മാത്രമാണ് ഇവർക്ക് ആവശ്യം. ഇവരെ നമ്മളിൽ ഒരാളെ കണക്കാക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.